ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഭദ്രകാളി അമ്മയുടെ സന്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഭദ്രകാളി അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വ, വെള്ളി. അതിൽ ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ന്. വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നാരങ്ങ വിളക്ക് പൂജ എന്നുള്ളത്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ അത് ചെയ്യുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആണ്. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ആണെങ്കിൽ അമ്മയ്ക്ക് വിശേഷപ്പെട്ട മറ്റു വഴിപാടുകളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ സന്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ അമ്മ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് അമ്മയെ നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ കാണാം. എനിക്കിതിനകത്തുനിന്ന് അമ്മ ആദ്യം തരുന്ന സന്ദേശം, മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ കാണുന്നുണ്ട്. ഞാൻ കാണുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കരുത് എന്നാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എസ്പെഷ്യലി ഈ വീഡിയോയിലൂടെ അമ്മ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻസ്, ആ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സങ്കടമാണെങ്കിലും അത് സന്തോഷമാണെങ്കിലും, ആ സങ്കടത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ നിങ്ങൾ മറന്നു പോകരുത്. അവരെ എപ്പോഴും നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കണം. പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ, അവരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഒക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറും. എന്നാൽ പോലും എന്നിൽ നീ അഭയം പ്രാപിക്കണം. നിന്നിലെ ആ വലിയ ധൈര്യം, ആ ശക്തി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്നിൽ നീ കൂടുതൽ അഭയം പ്രാപിക്കണം എന്ന് തന്നെയാണ് അമ്മ നൽകുന്ന ആദ്യത്തെ സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു സമാധാനവും സന്തോഷവും അമ്മ കൊണ്ട് വരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നീ എന്നെയും എൻ്റെ നാമത്തെയും മുറുകെ പിടിക്കൂ. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഇല്ല എന്ന് നീ വിചാരിക്കരുത്. നിൻ്റെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിന്നെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം. നിൻ്റെ കൂടെയുള്ള ആളുകൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അതിനെല്ലാം അമ്മ ഒരു പരിഹാരം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഒക്കെ ഉണ്ടാവാൻ പോകുന്നു. തന്നെയല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, അതേപോലെ തന്നെ ചിലർക്ക് ജോലി ഓർത്തിട്ടും പിന്നെ എന്താ പറയുന്നത്, റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെ പറ്റി ഓർത്തും ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ജോലിയിലെ തടസ്സങ്ങളും എല്ലാം മാറും. എന്നാൽ നീ എന്നെ പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ, നീ എന്നെ പലപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്, ഞാൻ ഇതൊന്നും കാണുന്നില്ലേ എന്ന തരത്തിലുള്ള നിൻ്റെ ആ വിഷമങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നീ അങ്ങനെ വിഷമിക്കരുത്. നിൻ്റെ കൂടെ ഞാനുണ്ട്. നീ അറിയുന്നില്ല എങ്കിൽ പോലും ഞാനുണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ അമ്മ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഈ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം താൽക്കാലികം മാത്രമാണ്. അതിനെല്ലാം വലിയൊരു മാറ്റം വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, അതുമല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേലെ അമ്മ നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം അമ്മയ്ക്ക് വേണം. നിങ്ങൾ എപ്പോഴും അമ്മയിൽ ആശ്രയിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. വിഷമം വരുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്നതിന് പകരം അമ്മയിൽ ആശ്രയം വെക്കണം എന്നാണ് അമ്മ ആദ്യം തരുന്ന ഒരു സന്ദേശം. നിന്നെ അത്രത്തോളം വിഷമിപ്പിച്ച, നിന്നെ അത്രത്തോളം പ്രയാസപ്പെടുത്തിയ ആൾക്കാരെയൊക്കെ അമ്മ തന്നെ നോക്കിക്കോളും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ല. അതാണ് ആദ്യമേ അമ്മ പറഞ്ഞത്. നിങ്ങളുടെ സാഹചര്യങ്ങളിലും, നിങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങളിലെ ഏത് സാഹചര്യത്തിലെയും നിങ്ങളെ സംരക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് അമ്മ തന്ന സന്ദേശം. ആളുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. നീ ധൈര്യമായി ഇരിക്ക്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്.